മോട്ടോർ വാഹന വകുപ്പ് ഡിജിറ്റലാകുന്നതോടെ ഇനി ഉടനടി കയ്യിൽ കിട്ടും ബുക്കും ലൈസൻസും. മോട്ടോർ വാഹന വകുപ്പിലെ ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായി പുത്തൻ മാറ്റങ്ങൾ കൊണ്ടുവരികയാണ് ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. മാർച്ച് 31-നകം തന്നെ മോട്ടോർ വാഹന വകുപ്പ് ഡിജിറ്റലൈസേഷൻ പൂർത്തിയാക്കുമെന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. ബാങ്ക് ഹൈപ്പത്തിക്കേഷൻ ലിങ്ക് ചെയ്യുന്നതോടെ ബുക്ക് അടക്കം പ്രിന്റ് ചെയ്ത് കയ്യിൽ കിട്ടും. റോഡ് സുരക്ഷാ ഫണ്ട് ഉപയോഗിച്ച് മോട്ടോർ വാഹന വകുപ്പ് വാങ്ങിയ 20 ബൊലോറ വാഹനങ്ങൾ കനകക്കുന്നിൽ ഫ്ളാഗ് ഓഫ് ചെയ്ത് സംസാരിക്കുന്നതിനിടെയാണ് നിലവിൽ മോട്ടോർ വാഹന വകുപ്പിൽ വരുന്ന ഡിജിറ്റലൈസേഷനെ കുറിച്ചും അദ്ദേഹം വ്യക്തമാക്കിയത്. ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായി ഇറങ്ങുമ്പോൾ തന്നെ ലൈസൻസുമായി പോകുന്ന സംവിധാനം ഒരുക്കുമെന്നും ഇതിനായി മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർക്ക് ടാബ് നൽകുമെന്നുമാണ് അദ്ദേഹം പറയുന്നത്. ടെസ്റ്റ് പാസ്സാകുന്നതോടെ ഇൻസ്പെക്ടർമാർ ടാബിൽ ഇൻപുട്ട് നൽകുന്നതിനനുസരിച്ച് ഉടനടി തന്നെ ലൈസൻസ് ലഭ്യമാകും. റോഡ് സുരക്ഷാ നിയമപാലനം ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് റോഡ് സുരക്ഷാ ഫണ്ടിൽ നിന്നും 20 വാഹനങ്ങൾ വാങ്ങിയത്. 50 വാഹനങ്ങൾ കൂടി വാങ്ങുന്നതിനുള്ള അപേക്ഷ മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിട്ടുണ്ടെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. വാങ്ങിയ വാഹനങ്ങളിൽ ബ്രീത്ത് അനലൈസർ, മുന്നിലും പിന്നിലും ക്യാമറ, റഡാർ ഡിസ്പ്ലേ യൂണിറ്റ് തുടങ്ങി അത്യാധുനിക സംവിധാനങ്ങളാണ് കൂട്ടിച്ചേർക്കുക. ഡിസ്പ്ലേയിൽ 6 ഭാഷകളിൽ നിയമലംഘനവും പിഴയും പ്രദർശിപ്പിക്കും. പരിശോധനയ്ക്കായി MVD ഉദ്യോഗസ്ഥർക്ക് വാഹനത്തിൽ നിന്ന് ഇറങ്ങേണ്ടതില്ലെന്നും വാഹനം ഓടിക്കുന്നവരുടെ യാത്ര തടസ്സപ്പെടുത്തേണ്ട ആവശ്യം ഇല്ല എന്നുമാണ് വ്യക്തമാക്കുന്നത്. 5 ദിവസത്തിനകം ഒരു ഫയലിൽ തീരുമാനമെടുക്കാതെ കയ്യിൽ വെച്ചിരിക്കുന്ന വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കാകട്ടെ ഇന്റേണൽ വിജിലൻസ് കോഡിന്റെ പരിശോധനയിലൂടെ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ക്ലറിക്കൽ സ്റ്റാഫുകളുടെ ജോലിഭാരം ഏകീകരിച്ച് ജോലി തുല്യത ഉറപ്പുവരുത്താൻ സോഫ്റ്റ്വെയർ ഉൾപ്പെടുത്തും. VK പ്രശാന്ത് MLA അധ്യക്ഷനായിരുന്ന ചടങ്ങിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ നാഗരാജു ചെക്കിലും IPS അഡീഷണൽ ട്രാൻസ്പോർട്ട് കമ്മീഷണറും KSRTC CM DPS പ്രമോദ് ശങ്കർ, CBC മഹീന്ദ്ര വൈസ് പ്രസിഡന്റ് ഗോപകുമാർ, MVD ഉദ്യോഗസ്ഥർ തുടങ്ങിയവരാണ് പങ്കെടുത്തത്. അതേസമയം ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായി ഇറങ്ങുമ്പോൾ തന്നെ ലൈസൻസുമായി പോകുന്ന സംവിധാനമാണ് ഒരുക്കുന്നത്. വെഹിക്കിൾ ഇൻസ്പെക്ടർമാർക്കാണ് ഇതിനായി ടാബ് നൽകുന്നത്. ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ ഇൻസ്പെക്ടർമാർ ടാബിൽ ഇൻപുട്ട് നൽകുന്നതനുസരിച്ച് ഉടനടി ലൈസൻസ് ലഭിക്കും. റോഡ് സുരക്ഷാ നിയമ പരിപാലനം ശക്തമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ റോഡ് സുരക്ഷാ ഫണ്ടിൽ നിന്നും 20 വാഹനങ്ങൾ വാങ്ങിയത്. 50 വാഹനങ്ങൾ കൂടി വാങ്ങുന്നതിനുള്ള അപേക്ഷയാണ് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിരിക്കുന്നത്. വാഹനങ്ങളിൽ ബ്രീത്ത് അനലൈസർ, മുന്നിലും പിന്നിലും ക്യാമറ, റഡാർ ഡിസ്പ്ലേ യൂണിറ്റ് തുടങ്ങിയ അത്യാധുനിക സംവിധാനങ്ങളാണ് കൂട്ടിച്ചേർക്കുന്നത്. ഡിസ്പ്ലേയിൽ 6 ഭാഷകളിൽ നിയമലംഘനവും പിഴയും പ്രദർശിപ്പിക്കും. പരിശോധനയ്ക്ക് MVD ഉദ്യോഗസ്ഥർക്ക് വാഹനത്തിൽ നിന്ന് ഇറങ്ങേണ്ട ആവശ്യം വരില്ല. വാഹനം ഓടിക്കുന്നവരുടെ യാത്ര തടസ്സപ്പെടുത്തുകയും ചെയ്യില്ല. അത്തരത്തിലുള്ളൊരു സംവിധാനമാണ് ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നതെന്നാണ് ഗതാഗത വകുപ്പ് മന്ത്രി വ്യക്തമാക്കിയത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.